KSEB കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ കൊള്ളയടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ആർക്കാണ് ഗുണം? ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഗുണം ആർക്കാണ്? KSEBക്കാണോ, സംസ്ഥാന സർക്കാരിനാണോ, അതോ നമ്മൾ ഈ വൈദ്യുതി ഉപയോഗിക്കുന്ന നമ്മൾ പാവം ഉപഭോക്താക്കൾക്കാണോ, ആർക്കാണ്? യഥാർത്ഥത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രധാനമായിട്ടും പഴയ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല വന്ന് കൃത്യമായിട്ടും ആ വിവരം പുറത്തു പറയുന്നുണ്ട്. അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പല കാര്യങ്ങൾ സമർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും വൈദ്യുതി ബില്ല് നമുക്ക് ഇനി അടുത്ത മാസം മുതൽ കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാം നമുക്ക് വൈദ്യുതി കൊണ്ട് മാത്രമേ നടക്കൂ. ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ വൈദ്യുതി ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആ വൈദ്യുതിക്ക് നിങ്ങൾ അല്പം വില കൊടുത്താൽ എന്ത് എന്ന ചോദ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, പണ്ട് ഇത്തരത്തിൽ വൈദ്യുതി ബില്ല് കൂടുമ്പോൾ, വൈദ്യുതി ചാർജ് കൂട്ടുമ്പോൾ അതിശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 5ാം തവണയാണ് ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടുന്നത് എന്നതും നമ്മൾ കാണണം. മറ്റതാണെങ്കിൽ ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു തവണ മാത്രം ഒന്ന് കൂട്ടും, അത്ര തന്നെ. ഇപ്പോൾ അതല്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 5 പ്രാവശ്യമാണ്, 5ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വൈദ്യുതി കൂട്ടുന്നത്. കൊള്ളയടിക്കുക, ജനങ്ങളെ എത്രമാത്രം കൊള്ളയടിക്കാൻ കഴിയുമോ അത്രമാത്രം കൊള്ളയടിക്കുക എന്നത് ലക്ഷ്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. വൈദ്യുതി ബോർഡ് വലിയ നഷ്ടത്തിലാണെന്നും അതുകൊണ്ട് ഇത് വളരെ സ്ട്രെയിൻ ചെയ്താണ് നമ്മൾ വൈദ്യുതി കൊടുക്കുന്നതെന്നും പുറത്തു നിന്നും വാങ്ങി ഇത്രയും സംവിധാനങ്ങളിൽ കൂടി ഇത്രയും ജീവനക്കാരിൽ കൂടിയൊക്കെ നമ്മൾ എത്തിക്കുമ്പോൾ നഷ്ടം വരികയാണ് എന്നത് പറയുന്നുണ്ട്. എന്തായാലും വൈദ്യുതി ബോർഡ് ജീവനക്കാർക്ക് അല്ലെങ്കിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അമിതമായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് എന്നൊരിക്കലും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ഉള്ളതിനേക്കാൾ എത്രയോ അധികം ശമ്പളമാണ് വൈദ്യുതി ബോർഡ് ജീവനക്കാർക്ക് കൊടുക്കുന്നത്. അവിടെയുള്ള ഒരു ഡ്രൈവർക്ക്, സെക്രട്ടേറിയറ്റിലുള്ള ഡ്രൈവർക്ക് കിട്ടുന്നതിനേക്കാൾ അധികം ശമ്പളമാണ് വൈദ്യുതി ബോർഡിൽ ഒരു ജീവനക്കാരന് കൊടുക്കുന്നത്. അതിൻ്റെ റിസ്ക് അലവൻസ് എന്ന തരത്തിലാണ് ഇവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് എന്നാണ് ന്യായീകരണം. എന്തോ ആയിക്കോട്ടെ, നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ഈ വൈദ്യുതി ചാർജ് കൂട്ടുന്നത് ഇതിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ വല്ല പ്രസ്താവനകൾ ഇറക്കുമെന്നല്ലാതെ ഒരു സമരം നടത്താനൊന്നും ഇല്ല. ഇവിടുത്തെ DYFIയോ CPMോ AYFO CPIയോ ഒന്നും പണ്ട് ശക്തമായി സമരം നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ താല്പര്യമില്ല. എന്തായാലും ഇപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് കൂട്ടിയത് എന്ന് പറഞ്ഞാൽ അദാനിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അദാനി എന്ന് പറയുന്നത് മോദിയുടെ ഏറ്റവും അടുത്ത ആളാണെന്നും മോദി ഒരു കോർപ്പറേറ്റ് ഭീമനെ മോദി എല്ലാ തരത്തിലും സഹായിക്കുന്നുവെന്നും മോദിയാണ് അദാനിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതെന്നും ഒക്കെ പറയുന്ന പാർട്ടി ഭരിക്കുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ ഈ അദാനിക്ക് സഹായം നൽകുന്ന തരത്തിൽ ഈ വൈദ്യുതി ചാർജ് കൂട്ടിയിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമേ ഇത്രയും വലിയ അഴിമതി നടക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊരു തരം അഴിമതി തന്നെയാണ്. ഇതിന് പിടിച്ചു പറിച്ചത് അദാനി നമ്മളെ പോക്കറ്റിൽ നിന്നും പിടിച്ചു പറിച്ചിട്ട് അദാനിക്ക് കൊടുക്കുന്നതാണ് ഈ തന്ത്രം. ഇത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് ചെയ്യുന്നത് എന്നത് നമ്മളൊന്ന് ഓർക്കുക. ഇനി അദാനി പവർ എന്ന പവർ കേരളത്തിലെ പവർ പർച്ചേസ് ചരിത്രത്തിൽ വരണമെങ്കിൽ UDF കാലത്തെ കുറഞ്ഞ വിലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കിയേ മതിയാകുമായിരുന്നു. കാരണം ഈ അദാനിയെ ഈ കേരളത്തിൻ്റെ പവർ പർച്ചേസ് രംഗത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ അദാനിയിൽ നിന്നും കൃത്യമായ കമ്മീഷനുകളും മറ്റുമൊക്കെ അടിച്ചു മാറ്റാൻ. അതിനെയാണ് നമ്മൾ അഴിമതി എന്ന് പറയുന്നത്. ഇപ്പോൾ അദാനിയുടെ കമ്പനിയിൽ നിന്നും പവർ വാങ്ങിച്ച് വില കൊടുക്കുന്നതിന് അഴിമതി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദാനിയുടെ കമ്പനിയിൽ നിന്നും അമിത വിലയ്ക്ക്, പുറത്തു നിന്നും മറ്റു പലരും തരുന്ന വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വാങ്ങുകയും അദാനിയെ എപ്പോഴും ആശയപരമായിട്ടും പൊളിറ്റിക്കലായിട്ടും അദാനിയെ എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയും അതേസമയം അദാനിയുടെ നമ്മുടെ മുന്നിൽ വെച്ച് അദാനിയെ ചീത്ത വിളിക്കുകയും നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ, ജനങ്ങൾ അങ്ങോട്ട് മാറുമ്പോൾ അദാനിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അദാനിയുടെ പോക്കറ്റിൽ നിന്നും കാശ് കമ്മീഷനായിട്ട് അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ എങ്ങനെയാണ് ജനകീയ സർക്കാർ എന്ന് പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ അദാനിയെ കേരളത്തിൻ്റെ പവർ പർച്ചേസ് മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാണിച്ച
തീരുമാനിച്ച ഒരു തന്ത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ റെഗുലേറ്ററി കമ്മീഷൻ UDF-ന്റെ കാലത്ത് കൊണ്ടുവന്ന കരാറുകൾ റദ്ദാക്കിയത് എന്നത് ആണ് ഇപ്പോൾ ഉയർന്ന ആരോപണം. ആ റദ്ദാക്കലാണ് അദാനിക്ക് വരാൻ സാഹചര്യമൊരു അത് ബോധപൂർവം ഗവൺമെന്റ് ചെയ്ത ഒരു തന്ത്രമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് സാധ്യമാക്കാൻ എന്തൊക്കെ തരത്തിലുള്ള ഗൂഢാലോചനകളാണ് നടന്നതെന്ന് സർക്കാർ തന്നെ വെളിപ്പെടുത്തണം. പറയുമോ? സർക്കാർ ഒരിക്കലും അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തില്ല. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തണമെന്നും ചെന്നിത്തല പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ചെന്നിത്തലയ്ക്ക് അത് വ്യക്തമായിട്ട് അറിയാമായിരിക്കാം, അതുകൊണ്ടാണ് അദ്ദേഹം അതൊക്കെ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ താപ ഉൽപാദകരാണ് ഈ അദാനി പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ താപ വൈദ്യുത നിലയങ്ങളും ഗുജറാത്തിൽ 40 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതിയും ഉൾപ്പെടുന്ന 15,250 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള ഒരു വലിയ പവർ ഗ്രൂപ്പാണ് ഈ അദാനി പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ അദാനി പവർ ഗ്രൂപ്പിന് കേരളത്തിലേക്ക് അവരുടെ വ്യവസായ മേഖല എത്തിക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് സൗകര്യത്തിന് പിണറായി വിജയൻ സർക്കാർ വരുന്നതും. പിണറായി സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി സർക്കാരിന് ഈ അദാനിയെ ഈ വൈദ്യുതി ബോർഡ് വൈദ്യുതി വാങ്ങൽ മേഖലയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ചില കരാറുകളുണ്ട്. 25 വർഷത്തെ കരാറ്. വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് കാരണം അഴിമതിയും പകൽ കൊള്ളയുമാണെന്ന് യാഥാർത്ഥ്യം തന്നെ. കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിയുടെ ദീർഘകാല കരാർ റദ്ദാക്കി പകരം അതിൻ്റെ ഇരട്ടിയിലേറെ തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം. വില വർധനവിന് കാരണമായതും അതുകൊണ്ട് തന്നെയാണ്. അതാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. വൈദ്യുതി ഉൽപാദക കമ്പനികളുമായി ചേർന്നുള്ള കള്ളക്കളികളാണ് ഇതിന് പിന്നിലെന്ന് യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ പച്ചയായി കാണേണ്ടതാണ്. ഇനി നമ്മൾ യൂണിറ്റിന് 4.15 രൂപ, അതായത് 4 രൂപ 15 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വാങ്ങാനിരിക്കുമ്പോൾ 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയുള്ള വിലയ്ക്ക് നമുക്ക് വൈദ്യുതി വാങ്ങാമെന്നാണ് ഒരു കരാർ, ദീർഘകാല കരാറുകൾ ഉണ്ടായിരുന്നത്. ആ കരാറിനെ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നിട്ട് റദ്ദാക്കി. പകരം 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെയുള്ള വിലയ്ക്കാണ് ഈ അദാനിയുടെ പവർ ഗ്രൂപ്പിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചത്. എന്തിനു വേണ്ടി? ന്യായങ്ങൾ ധാരാളം പറയാനുണ്ടായിരിക്കാം, പക്ഷെ എന്തിനു വേണ്ടി? ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് ഇത്തരത്തിലാണ്. കോടികളുടെ നഷ്ടമാണ് ഇതുമൂലം വൈദ്യുതി ബോർഡിന് സംഭവിക്കുന്നത്. ഈ നഷ്ടം പരിഹരിക്കാനാണ് നമ്മളിൽ നിന്നും അമിത ചാർജ് ഇപ്പോൾ ഈടാക്കുന്നത്. ആ ഭാരമാണ് ഇപ്പോൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് 25 വർഷത്തേക്കുള്ള കരാറായിരുന്നു 2016 ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോൾ UDF-ന്റെ കാലത്ത് ഒപ്പിട്ടത്. 465 മെഗാവാട്ടിന്റെ 4 കരാറുകൾ സർക്കാർ 2023 റദ്ദാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് കൊണ്ടുവന്ന ഈ കരാറുകളെ അന്ന് വെറും 4 രൂപ 15 പൈസയ്ക്ക് ആണ് വാങ്ങാൻ കരാറുണ്ടാക്കിയത്. അത് 25 വർഷക്കാലം ആ വിലയ്ക്ക് തന്നെ തരാമെന്നായിരുന്നു കമ്പനികളുമായിട്ടുണ്ടാക്കിയ കരാർ. പക്ഷേ ആ കരാറാണ് റദ്ദാക്കിയിട്ട് 10 രൂപയ്ക്കും 12 രൂപയ്ക്കും ഉള്ള വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചത്. അവിടെയാണ് നമ്മൾ പച്ചയായ അഴിമതിയുണ്ട്, കമ്മീഷൻ അടിക്കുന്ന അഴിമതിയുണ്ടെന്ന് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് എന്നതാണ്. എന്തായാലും പല നിസാരമായ കാര്യങ്ങൾ പറഞ്ഞാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കിയത്. വൈദ്യുതി മന്ത്രിയായിരുന്ന MM മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിൽസൺ, CPM-ന്റെ ഓഫീസേഴ്സ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നിവരാണ് റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഈ റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കുമ്പോഴാണ് ഈ റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഈ കരാറിൽ ചില കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരാർ റദ്ദാക്കിയിരിക്കുന്നത്. 25 വർഷത്തെ കരാർ UDF-ന്റെ കാലത്തെ കരാർ റദ്ദാക്കുകയും, എന്നാൽ കരാർ റദ്ദാക്കിക്കോളൂ, കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ റദ്ദാക്കിക്കോളൂ. റദ്ദാക്കി കഴിഞ്ഞാൽ ആ UDF ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് 4 രൂപ 15 പൈസയ്ക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ 4 രൂപ 10 പൈസയ്ക്കെങ്കിലും വാങ്ങിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയണം. എന്നാൽ മാത്രമേ ആ കരാർ റദ്ദാക്കാവൂ. അതാണ് ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദയും ജനങ്ങളോട് കാണിക്കുന്ന ഒരു കൂറും. അതായത് UDF വാങ്ങിച്ചതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങളിതാ ആ കരാർ, അവരുടെ അഴിമതി കരാർ റദ്ദാക്കിക്കൊണ്ട് ഞങ്ങളിതാ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് പറയണം. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. പകരം 4 രൂപ 15 പൈസയ്ക്ക്
വാങ്ങിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിയെ 10 രൂപ 25 പൈസയ്ക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചുകൊണ്ടൊരു പുതിയ കരാർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതാണ് റെഗുലേറ്ററി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വെള്ളാന അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. അതിനകത്ത് നേരത്തെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, CPM-ന്റെ ഓഫീസ് അസോസിയേഷന്റെ നേതാവ് പ്രദീപ്, അതുപോലെ വിൽസൺ, MM മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിൽസൺ, ഇവരവിടെ ഇരുന്നു കൊണ്ട് CPM-ന്റെ നയങ്ങളല്ലാതെ CPM-ന്റെ ആവശ്യങ്ങളല്ല പിന്നെ എന്തെങ്കിലും തീരുമാനിക്കുമോ? ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ വൈദ്യുതി കൂട്ടുമ്പോൾ നമ്മൾ കാണേണ്ടത്. എന്നാൽ UDF സർക്കാരാണ് ദീർഘവീക്ഷണത്തോടെ 2016 വൈദ്യുതി ഉൽപ്പാദക കമ്പനികളുമായി 25 വർഷം ദീർഘകാല കരാർ ഉണ്ടാക്കിയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുമാണ്. എന്തായാലും ഈ കരാറുകളിൽ ഒരു പ്രധാന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരൊക്കെ ആയിട്ടാണ് കരാർ ഉണ്ടാക്കിയതെന്നാണ്. ഒന്ന്, ജിൻഡാൽ പവർ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്, ജിൻഡാൽ എന്ന് പറയുന്നതാണ്. അവരിൽ നിന്നും 200 വാൾട്ടാണ് നമ്മൾ വാങ്ങിക്കാൻ. അവരിൽ നിന്ന് വെറും 3 രൂപ 60 പൈസയ്ക്കാണ് നമ്മൾ അവരിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ കരാറുണ്ടാക്കിയത്. 2, ജാംബുവ പവർ ലിമിറ്റഡ്, അവരിൽ നിന്നും 115 മെഗാവാൾട്ടാണ് വാങ്ങിക്കാൻ തീരുമാനിച്ചത്. അത് 4 രൂപ 15 പൈസയ്ക്കാണ് നമ്മൾ ആ വൈദ്യുതി അവരിൽ നിന്ന് വാങ്ങാൻ കരാറുണ്ടാക്കിയത്. ബാൻഡോ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അവരിൽ നിന്നും 100 വാൾട്ട് വാങ്ങിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. അത് വെറും 4 രൂപ 25 പൈസയ്ക്കാണ് അവർ നമുക്ക് വൈദ്യുതി തരാമെന്ന് ഉറപ്പിച്ച് കരാറുണ്ടാക്കിയത്. ഇന്ത്യ തെർമൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് വൈദ്യുതി തരാമെന്ന് പറഞ്ഞു. 100 വാട്ട് അവർ തരാമെന്ന് പറഞ്ഞു. അതും 4 രൂപ 25 പൈസയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ജംബുവ എന്ന് പറയുന്നത് 100 വാട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അവര് 4 രൂപ 25 പൈസയ്ക്ക് അവരും തരാമെന്ന് പറഞ്ഞു. അതുപോലെ ജിൻഡാൽ വീണ്ടും രണ്ടാമതൊരു കമ്പനിയുണ്ട്, അവരുടെ കമ്പനിയും 150 വാട്ട് തരാമെന്ന് പറഞ്ഞു. അതും 4 രൂപ 25 തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആകെ 765 മെഗാവാട്ട്, ഇതിൽ 465 മെഗാവാട്ടിന്റെ 4 കരാറുകളിലാണ് 2023 ഇടത് സർക്കാരിന്റെ കീഴിൽ റദ്ദാക്കിയത്. മനസ്സിലാക്കുക, എന്തിന് റദ്ദാക്കി ജനങ്ങളോട് പറയേണ്ടത് തന്നെയാണ്. ഇത് വളരെ കൃത്യമായിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഈ ഗവൺമെന്റ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനകീയ ഗവൺമെന്റ് ആണെങ്കിൽ ഈ കരാറുകൾ റദ്ദാക്കിയത് എന്തിനാണ്? കരാറിന്റെ വെറും ഒരു ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് കരാർ റദ്ദാക്കിപ്പിക്കുന്നു. KSEB കൈയൊഴിയുകയും ചെയ്യും. ഞങ്ങളല്ല കരാർ റദ്ദാക്കിയത്, അത് റെഗുലേറ്ററി കമ്മീഷനാണ് കരാർ റദ്ദാക്കിയതെന്ന് പറഞ്ഞ് റെഗുലേറ്ററി കമ്മീഷനെ മണ്ടയിൽ വയ്ക്കുന്നു. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ MM മണിയുടെ പേഴ്സണൽ സ്റ്റാഫും അതുപോലെ KSEB CIT യൂണിയന്റെ നേതാവും ഇരിക്കുന്ന റെഗുലേറ്ററി കമ്മിറ്റി വെള്ളാനയാൾ ഇരിക്കുന്നു. ഇത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ജനങ്ങൾ സഹിച്ച് പുറത്തിരിക്കുന്നു. ഇനി ഈ വൈദ്യുതി ബോർഡിനെ വെച്ച് വാഴിക്കാൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, അതിനുള്ള ഒരു പബ്ലിക് കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, പൊതുമേഖലാ സ്ഥാപനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സംരക്ഷിക്കാൻ ജനങ്ങൾ ഇനിയും കൂടുതൽ നടു കുനിച്ചു കൊടുക്കണമോ എന്നാണ് ചോദ്യം.